അതെ, നമ്മൾ വെൽക്കം ചെയ്യുന്നു. 5 വിരൽ 4 നടുവിരൽ മടക്കി വായിലേക്ക്. സലീം റിയാസ്. നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടവനെ. ലെഫ്റ്റ് ടേക്ക്, മുഖത്ത് വരുന്ന മറ്റു സംഭവങ്ങൾ, മുടി കളർ ചെയ്യുന്നത്, ഇതിനൊക്കെ തുടർന്നുള്ള പ്രൊമോഷൻസ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച റിയാസിന് എന്ത് സംഭവിച്ചു? യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ഊമ്പിത്തരം പറഞ്ഞു. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. അല്ലെങ്കിൽ ഏക്കേതാ പൂക്കേതാ അരി ഏതാ പറി ഏതാന്നറിയാതെ എടുത്തു വെച്ച് ഷെയർ ചെയ്തു. ഉള്ളയാണോ അല്ലയോ എന്നൊക്കെ നോക്കണ്ടായോ റിയാസ് അച്ചായ? അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. സ്വയം വരുത്തി വെച്ചല്ലേ? കാര്യങ്ങൾ വ്യക്തമായ ധാരണയോടുകൂടി അന്വേഷിക്കാതെ നിങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു. കള്ളപ്പന്നി. ചെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടത്തിലൊന്ന് ഒരിക്കൽ പറഞ്ഞാ മതിയോ? വെടിവെച്ച് കൊല്ലണം പന്തിനെ. നമ്മുടെ രാജ്യത്ത് ഇത്രയും വലിയ തന്തയിലാഴിയ, എത്ര വലിയ തന്തയിലാഴിയ പോയി ചത്തുടടാ. മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. Sir, actually, I'm not in a current state to follow the news and all. Just before I heard that there was an operation Sindoor was happened in the last night. They saw Modi on us. പാവം ആ സ്ത്രീക്ക്, ആ അമ്മയ്ക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം നഷ്ടം അവർക്കാണ്. ആ നഷ്ടം സംഭവിച്ചതിനെ തുടർന്ന് തിരിച്ചടിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്തപ്പോ പലർക്കും അങ്ങോട്ട് അതിനെക്കുറിച്ച് അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ എവിടുത്തെ പ്രശ്നം? ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോട്ട് ഒരിക്കൽ. ഇവിടെ 27 കുടുംബത്തിന് നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊന്നും ആർക്കും വേദനയില്ല. അവിടെ നശിച്ചു പോയതിനെ കുറിച്ചാണ് വേദന. അത് മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. നമുക്ക് വേറൊരു ചേച്ചിയെ കാണാം. നമ്മളിവിടെ 10 പേരെ കൊന്നിട്ട് അവിടെ പോയി 10 പേരെ കൊല്ലുന്നതിൽ എനിക്ക് അറിയില്ല അത് റൈറ്റ് ആണോ എന്നുള്ളത്. പിന്നെന്ത് പറയൂ? നമ്മളെ 10 പേരെ കൊന്നാൽ നമ്മൾ എന്തോ ചെയ്യണം? പാകിസ്ഥാൻ കമ്മാൻ ഇങ്ങനെ പറയണോ? നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ആണ് നഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുമോ? പാവം എന്റെ അച്ഛൻ, സാരമില്ല പോട്ടെ. പാകിസ്ഥാനെ ആരും കൊല്ലണ്ട പോട്ടെ, എന്റെ അച്ഛൻ പോയാൽ എനിക്ക് കുഴപ്പമില്ല. ചിലപ്പോ നിങ്ങൾ പറയുമായിരിക്കും നമ്മളെ.